നമുക്ക് മലയാളത്തിൻ്റെ കാവ്യ ഭാഷ പഠിപ്പിച്ച കവി എന്ന് നമ്മൾ പറയേണ്ടത്. കാവ്യഭാഷ എന്താണ് എന്നുള്ളത്, കാവ്യഭാഷ എന്നുള്ളത് വെറും പദ്യരചന മാത്രമല്ല എന്ന്, അതിനപ്പുറത്ത് അതിൻ്റേതായ ചില ചട്ടക്കൂടുകൾ നമ്മുടെ ഭാവനാപരമായി നമ്മളതിനെ വീക്ഷിക്കേണ്ടതുണ്ട്. ഇന്നും മലയാളത്തെ പഠിപ്പിച്ച, നമ്മൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ച മഹാകവി എന്നാണ് ഞാൻ അദ്ദേഹത്തെ പറയുന്നത്. അത് കൊച്ചു കുട്ടികളെ പോലെ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആ കാലത്ത് ബാലസാഹിത്യം എന്ന ഒരു പ്രത്യേകമായ കാവ്യശാസ്ത്ര ഇല്ലാതിരുന്ന ആ പഴയ കാലത്ത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ആ കാലത്ത് എഴുതിയിരുന്ന കവിതകളെ ഇന്നും നമ്മൾ ബാലസാഹിത്യത്തിൻ്റെ അത്യുന്നത ശ്രേണിയിൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ കേട്ടിരുന്നോളും. ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എൻ്റെ തലമുറയും എൻ്റെ പിന്നിൽ വന്നിരിക്കുന്ന തലമുറയും മുൻ തലമുറയും ഒക്കെ കേട്ട് പഠിച്ച അല്ലെങ്കിൽ ചൊല്ലിപ്പഠിച്ച അതിമനോഹരമായ ഒരു പദ്യശകലം, ആ പദ്യശകലം അല്പം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ആരംഭിക്കാമെന്ന് തോന്നുന്നു. കാരണം അത് പ്രത്യേകിച്ച് ഇവിടെ പ്രതിപാദിക്കാനുള്ള ആ പദ്യം, ആ കവിത ഇവിടെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിൽ കൂടെ അദ്ദേഹം മലയാളത്തെ പഠിപ്പിച്ച മലയാളത്തിൻ്റെ കാവ്യ ഭാവനയെ നമ്മൾ ഇന്നും താലോലിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ആശാൻ മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അത്